വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഉണക്കമീൻ വെച്ചിട്ട് കറി തയ്യാറാക്കിയാലോ. ഈ ഒരൊറ്റ കറി മതിയായിരിക്കും നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കമീൻ എടുത്ത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ഉണക്കമീനാണുള്ളത് അതിൻ്റെ പ്രത്യേകിച്ച് ഉണക്കമീനിൻ്റെ ഇന്നത് എടുക്കണമെന്നില്ല, ഏത് ഉണക്കമീൻ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയില്ല, എൻ്റെ ഇരുന്ന കുറച്ച് ഉണക്കമീനാണ്. അത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഏത്തക്കയാണ്. ഏത്തക്കയോ വാഴക്കയോ നമ്മുടെ കറിക്കാവുണ്ടല്ലോ അതായാലും മതിയായിരിക്കും. ഞാനിപ്പോൾ ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3 ഏത്തക്ക ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട തക്കാളിയാണ്, ഒരു തക്കാളിയുടെ ആവശ്യമുള്ളൂ. ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത്രയാണ് നമുക്കിതിനകത്തേക്ക് ആവശ്യം. ഇനി നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുക്കാം. ഞാനിപ്പോൾ ഒരു പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ ഇതിനകത്തേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടി എടുക്കുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കറിയാക്കുന്നതെന്ന്. അപ്പോൾ ഞാനിത് അരച്ചെടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഒന്നിച്ച് ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ചട്ടിയിലേക്ക്, ഞാൻ ഓൾറെഡി ചട്ടിയിൽ തന്നെയാണ് നമ്മുടെ ഉണക്കമീൻ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഒരു ചട്ടി എടുക്കുക, അല്ലെങ്കിൽ ഏത് പാത്രമായാലും അതിനകത്തേക്ക് ഉണക്കമീൻ ഇടാം. അതിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായുണ്ടല്ലോ, കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ കായും എല്ലാം ഇതിനകത്ത് കിടന്ന് തന്നെ വേണം ഇത് വേവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കായും നമ്മളെടുത്ത് വെച്ചിരുന്ന തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കറിവേപ്പില, നമ്മൾ എടുത്ത് വെച്ചാൽ കറിവേപ്പില ഉണ്ട്, അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ആ കറിവേപ്പിലയുടെ മണമൊക്കെ നന്നായിട്ട് കിട്ടും അത് വെന്ത് വരുന്ന സമയത്ത്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി അരയ്ക്കുന്ന കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി അരയ്ക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുള്ളൂ. അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇതിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കായെല്ലാം ഉണ്ടല്ലോ ഇതിനകത്തേക്ക്, അതുകൊണ്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇതിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും നോക്കുക, ഉപ്പ് ഉണക്കമീനത്ത് അത് ഓൾറെഡി ഉപ്പുള്ള കാരണം നിങ്ങൾ ഉപ്പിടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഉപ്പിടാവൂ. ഞാൻ ഈ ഉണക്കമീൻ തലേദിവസം രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഉണക്കമീനാണ്, അതുകൊണ്ട് അതിന് അധികം ഉപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ കുതിർത്ത് വെക്കാണ്ട്, അത് വെള്ളത്തിൽ ഇട്ട് വെക്കാണ്ട് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കുന്ന ഉണക്കമീനാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ഉണക്കമീനകത്ത് തന്നെ ഉപ്പുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഉണക്കമീനകത്തുള്ള ഉപ്പിൽ നമുക്ക് ഇതിലൂടെ വേവിച്ചെടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇത് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് ഉണക്കമീൻ വെന്ത് കിട്ടാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഇനി നമ്മുടെ ആ കാ എന്ന് വേവുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ തീ വയ്ക്കുന്ന സമയത്ത് ഒരു മീഡിയം തീ വെച്ച് കൊടുത്താൽ മതി. ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഈ വെള്ളം അങ്ങ് വറ്റിപ്പോവും, പിന്നെ നമ്മുടെ കഷ്ണമൊക്കെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇത് വേവിച്ചെടുത്താൽ മതി. ഒരു പാത്രം വെച്ച് അടച്ച് വെക്കാം, പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. നമുക്ക് മുടിയും തുറന്ന് നോക്കാം വെന്തോ എന്നുള്ളത്. കണ്ടില്ലേ, നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ കായ വെന്തോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മുടെ കായും വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ്, മാക്സിമം പോയാൽ 4 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾ ഇളക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മുടെ ഉണക്കമീനെ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ കാ വെന്തോ നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ കാ. അത് കാ വെന്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കായയുടെ വേവിൻ്റെ ആ പരുവ്. ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകരുത്, എന്നാലും നമ്മൾ കടിക്കുന്ന സമയത്ത് അതൊന്ന് കിടക്കണം. ആ ഒരു പരുവാണ് നമ്മുടെ ഈ കാ വേവുന്നതെന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കായും മീനും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയില്ലേ, ഞാൻ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് തേങ്ങ അരച്ചെടുക്കേണ്ടത്. അതായത് നമ്മുടെ ചമ്മന്തിയേക്കാൾ ഇച്ചിരി കൂടെ അരയണം, എന്നാൽ അങ്ങ് പേസ്റ്റായിട്ട് അരയും വേണ്ട. ആ ഒരു പരുവത്തിലാണ് ഞാൻ ഇവിടെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. ആ അരപ്പൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ അരപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിനകത്തോട്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കറക്കി നമുക്കിതിനകത്തേക്ക്
ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ വെള്ളം ഓൾറെഡി നമ്മൾ വറ്റിപ്പോയിട്ടുണ്ട്, കണ്ടോ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇച്ചിരി സെമി ഗ്രേവി തിക്കിലിരിക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിനകത്ത് ഒഴിച്ച് ചേർക്കണമെന്ന് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം മിക്സിയുടെ ജാറിൽ ഓൾറെഡി ആ തേങ്ങയുടെ അംശം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ജാറിനകത്തേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ആ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ അധികം അങ്ങ് ഇളക്കി ഇതങ്ങ് പൊടിച്ചെടുക്കരുത്. അപ്പം നിങ്ങൾ ആ വെള്ളം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഗ്രേവി ടൈപ്പിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. അങ്ങ് പറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, നന്നായിട്ടൊരു ഗ്രേവി ടൈപ്പിലാണ്. അപ്പോൾ ഇത് നമുക്ക് കപ്പയൊക്കെ കഴിക്കാനും ഒക്കെ അത് ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി. ഈ ഒരു കറി മതിയായിരിക്കും നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നടത്തി വെച്ച് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിട്ട് തോന്നി. കാരണം നമ്മൾ വീണ്ടും തേങ്ങ അരച്ചു, പിന്നെ വെള്ളം എല്ലാം ചേർത്തില്ല. അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനൊരു ഒരു നുള്ളു ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉപ്പിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ, പ്രത്യേകിച്ച് ഈ ഉണക്കമീൻ കറി വെക്കുമ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായിപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ കറിക്കകത്ത് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ ഒരു നുള്ളു ഉപ്പിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രം വെച്ച് അടച്ചു വയ്ക്കാം. അപ്പോൾ ആ കറിവേപ്പില ഫ്ലേവറൊക്കെ നമ്മുടെ കറിക്കകത്ത് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. ഒരു 2-3 മിനിറ്റത്തെ ആവശ്യമുള്ളൂ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എപ്പോൾ കറി വിളമ്പാൻ എടുക്കുന്ന അപ്പം മാത്രം നമ്മുടെ ഈ മൂടി തുറന്നു നോക്കിയാൽ മതിയായിരിക്കും. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഈ മൂടി തുറന്നു നോക്കുന്നത്. കണ്ടോ, അപ്പം ചൂടൊക്കെ ഒന്ന് ഒതുങ്ങി, കണ്ടില്ലേ, ആവിയൊക്കെ മാറി നമ്മുടെ കറി നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട്, ആ കറിവേപ്പിലയുടെ മണവും ഉണക്കമീൻ്റെ മണമൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് പച്ചമീനൊന്നും കിട്ടിയില്ലെങ്കിൽ ഉണക്കമീൻ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ആവശ്യം പോലെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ചട്ടി ഒന്ന് കറക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും ഒഴിച്ചിട്ട് നമ്മൾ തവി വെച്ച് ഇളക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും ചട്ടി വെച്ച് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ചട്ടി നന്നായിട്ട് തണുത്തിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒരു നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വയറ് നിറച്ച് ചോറ് കഴിക്കാൻ വേണ്ടിയുള്ള ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നോട് പറയണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ ആ സൈഡിലുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ അമർത്താനും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.